മഞ്ഞുമലകളോ കൊടും തണുപ്പോ ഒന്നും പ്രശ്നമില്ലാത്തവരാണ് കശ്മീർ അതിർത്തിയിൽ നമ്മുടെ രാജ്യം കാക്കുന്ന ധീര സൈനികർ. കാർഗിൽ പോലുള്ള ദുർഘട സാഹചര്യങ്ങളിലും ശത്രു സൈന്യത്തോട് പോരാടി രാജ്യത്തെ കാത്തു സൂക്ഷിച്ചവരാണ് അവർ. പക്ഷേ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ 4 സൈനികർ കുൻ പർവ്വതം കീഴടക്കാനുള്ള സാഹസിക പർവ്വതാരോഹണത്തിനിടെ മഞ്ഞുമലകൾക്കിടയിൽ മരണത്തിന് കീഴടങ്ങിയത്. നമ്മൾ ഏറെ വേദനയോടെ കേട്ട വാർത്തയായിരുന്നു അത്. മഞ്ഞുമലയിൽ വീണുപോയ അവരുടെ ഭൗതിക ദേഹങ്ങൾ പോലും അന്ന് കണ്ടെടുക്കാനോ നാടുകളിൽ എത്തിക്കാനോ കഴിഞ്ഞിരുന്നില്ല. സൈന്യത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിലെ പർവ്വതാരോഹകരായിരുന്നു 4 പേരും. ഇവരിൽ ലാൻസ് നായിക് സ്റ്റാൻസിൽ തർഗൈസിന്റെ ഭൗതികദേഹം അപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ശേഷിച്ച 3 പേരുടെയും ഭൗതികാവശിഷ്ടങ്ങൾക്കായി തെരച്ചിൽ പോലും അന്ന് സാധ്യമായിരുന്നില്ല. കുൻ പർവ്വതം കീഴടക്കാൻ ലക്ഷ്യമിട്ടുള്ള യാത്രയിൽ പെട്ടെന്നുണ്ടായ മഞ്ഞുവീഴ്ചയാണ് 4 പേരുടെയും ജീവൻ കവർന്നത്. ഇവരുടെ സഹപ്രവർത്തകരെ തീരാ സങ്കടത്തിലേക്ക് എത്തിച്ച സംഭവമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ സൈന്യത്തിലെ ഇവരുടെ സഹപ്രവർത്തകർ അതിസാഹസികമായി ആ ധീരന്മാരുടെ ഭൗതികദേഹത്തിന്റെ ശേഷിപ്പുകൾ മഞ്ഞുമലകളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഹവിൽദാർമാരായ രോഹിത്, ഠാക്കൂർ ബഹാദൂർ, നായിക് ഗൗതം രാജ്ബൻഷി എന്നിവരുടെ ഭൗതികാവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-നാണ് നുൻകുൻ അല്ലെങ്കിൽ മൗണ്ട് കുൻ എന്നറിയപ്പെടുന്ന പർവ്വതം കീഴടക്കാൻ ലക്ഷ്യമിട്ട ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിലെ 38 സൈനികർ യാത്ര തിരിച്ചത്. ലഡാക്കിന് മേലെയാണ് നുൻകുൻ സ്ഥിതി ചെയ്യുന്നത്. 12 ദിവസം കൊണ്ട് പർവ്വതാരോഹണം നടത്തി കുൻ കീഴടക്കുകയായിരുന്നു ലക്ഷ്യം. ഇവർ യാത്ര പുറപ്പെട്ടതിന് പിന്നാലെ അപ്രതീക്ഷിതമായി സാഹചര്യങ്ങൾ മാറുകയായിരുന്നു. പെട്ടെന്ന് കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങി. അത് ഹിമപാത്തിയിലേക്കും മഞ്ഞുമല ഇടിച്ചിലിലേക്കും പെട്ടെന്ന് വഴിമാറി. ഏതാണ്ട് 18,300 അടി കയറിക്കഴിഞ്ഞപ്പോൾ 8-ാം ദിവസം, അതായത് ഒക്ടോബർ 8-ന് സാഹചര്യം വലിയ ദുർഘടമായി. സംഘം ഫരീദാബാദ് ഗ്ലേഷ്യറിലായിരുന്നു തമ്പടിച്ചിരുന്നത്. പെട്ടെന്നുണ്ടായ മഞ്ഞുമല ഇടിച്ചിലിൽ 4 പേരെയും കാണാതായി. ഫരീദാബാദ് ഗ്ലേഷ്യറിലെ ക്യാമ്പ് 2-നും ക്യാമ്പ് 3-ക്കുമിടയിൽ വടം ഉറപ്പിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. 4 പേരും മഞ്ഞിനുള്ളിൽ വീണുപോയപ്പോൾ മറ്റുള്ളവർ രക്ഷാശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ലാൻസ് നായിക് സ്റ്റാൻസിൻ തർഗൈസിന്റെ ഭൗതികദേഹം മാത്രം കണ്ടെടുക്കാനായി. ഇവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെടുക്കണമെന്നത് പിന്നെയും ആഗ്രഹമായി നിലനിന്നു. അങ്ങനെയാണ് 2024 ജൂൺ 18-ന് ഓപ്പറേഷൻ RPG എന്ന പേരിൽ മിഷൻ ആരംഭിച്ചത്. 88 വിദഗ്ധരായ പർവ്വതാരോഹകരാണ് മിഷനിൽ പങ്കുചേർന്നത്. മേജർ ജനറൽ ബ്രൂസ് ഫെർണാണ്ടസിന്റെ മേൽനോട്ടത്തിൽ ബ്രിഗേഡിയർ SS ഷെഖാവത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇത്. മഞ്ഞുമലകൾക്കിടയിലെ വിള്ളലിൽ നിന്ന് ഈ മാസം 4-ാം തീയതിയാണ് ദോഗ്ര സ്കൗട്ട് സംഘമായ ഹവിൽദാർ രോഹിത് കുമാറിന്റെ ഭൗതികാവശിഷ്ടം കണ്ടെത്തിയത്. 30 അടി താഴ്ചയിലായിരുന്നു രോഹിതിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. ഗൂർഖ റൈഫിൾസിലെ ബഹാദൂർ അലിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ജൂലൈ 7-നാണ് കണ്ടെത്തിയത്. 10 അടി താഴ്ചയിൽ നിന്നായിരുന്നു ഇത്. തൊട്ടു പിന്നാലെ അസം റെജിമെന്റിലെ ഗൗതം രാജ്ബൻഷിയുടെ ഭൗതികാവശിഷ്ടങ്ങളും കണ്ടെത്തി. സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെ മൂവരുടെയും ഭൗതികാവശിഷ്ടങ്ങൾ അവരവരുടെ നാടുകളിൽ എത്തിച്ച് സംസ്കരിച്ചു. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് വലിയൊരു മിഷനായിരുന്നു ഇത്. ദൗത്യത്തിനിടയിൽ വീണുപോയ 4 സഹപ്രവർത്തകരുടെ ഭൗതികാവശിഷ്ടങ്ങൾക്കായി മാസങ്ങൾക്ക് ശേഷം നടത്തുന്ന ഒരു ശ്രമം. ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അവശിഷ്ടങ്ങൾ കൊടും മഞ്ഞു മൂടിയ മലനിരകളിൽ നിന്ന് കണ്ടെത്തി അവരുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്തിക്കുക. ഒരുപക്ഷെ ചരിത്രത്തിൽ മറ്റെവിടെയും ഇങ്ങനൊരു ദൗത്യം സൈന്യം ഏറ്റെടുത്ത് ലക്ഷ്യത്തിലെത്തിച്ചിട്ടുണ്ടാവില്ല. ധീര ജവാന്മാർക്ക് സല്യൂട്ട്.